നമസ്കാരം. ഇന്ന് അഷ്ടമി രോഹിണിയാണ്, അതിവിശേഷപ്പെട്ടതായ ദിവസം. എന്നാൽ ഇന്നേ ദിവസം ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരായ കുട്ടികൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ചില സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ കുടുംബത്തിന് അഥവാ വീടിന് നൽകുവാൻ സാധിക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്. ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരായ കുട്ടികൾ വീടുകളിലുണ്ട് എങ്കിൽ ഇവർ ആ വീടിന് സൗഭാഗ്യം നൽകും. ആ വീട്ടുകാർക്ക് സൗഭാഗ്യം നൽകുകയും മക്കളാൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. പല വിധത്തിലുള്ള ആലസ്യം നീങ്ങി മനസ്സ് പ്രവർത്തന സജ്ജമായി തീരും. കുടുംബത്തിലുള്ള പല പ്രശ്നങ്ങളും നന്നായി പരിഹരിക്കുവാനും മുന്നോട്ട് നീങ്ങുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമായി മാറും. വ്യാപാരവുമായി ബന്ധപ്പെട്ട് അസാമാന്യമായ പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷിച്ചതായ സഹായധനം സിദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. കൂടാതെ മക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല അനുകൂലമായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് അത് ധനപരവും അല്ലാതെയും വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സന്താനങ്ങളുടെ ഉയർച്ചയാലും നിങ്ങൾക്ക് സന്തോഷം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതായത് രോഹിണി നക്ഷത്രക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾക്കും ആ കുടുംബത്തിനും ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ആരോഗ്യ കാര്യത്തിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും ശരിയായ രീതിയിൽ ചിന്തിച്ച് നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ വാശി ഒഴിവാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിക്കും. ഈ കാര്യവും പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ രോഹിണി നക്ഷത്രക്കാരും ശ്രീകൃഷ്ണ ജയന്തി മുതൽ അവരുടെ കുടുംബത്തിന് സൗഭാഗ്യം നൽകുകയും അവർക്കും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാരായ കുട്ടികൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കും ആ കുടുംബത്തിലും ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. പുതിയ കർമ്മരംഗത്ത് പ്രവേശിക്കുവാൻ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിലെ വ്യക്തികൾക്ക് സാധിച്ചു എന്ന് വരാം. പുതിയ ജോലി ലഭിക്കുക, ജോലി അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പഠിപ്പിനും പരിചയത്തിനും അനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പഴയ കടബാധ്യതകളുണ്ട് എങ്കിൽ അത് ഭാഗികമായാണ് എങ്കിലും വീട്ടാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു. ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ധനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ന്യായമായ ആവശ്യങ്ങൾ അത് നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ മക്കളുടെ ഭാഗ്യത്താൽ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. പരോപകാരം, അതായത് മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ഭാവിയിൽ നിങ്ങൾക്ക് അത് പിന്തുണയായി മാറുകയും ചെയ്യാവുന്നതാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അഥവാ അവരുടെ തൊഴിൽ മേഖല അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം എന്ന് തന്നെ പറയാം. കൂടാതെ അവരുടെ ഭാഗ്യത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ചില സൗഭാഗ്യങ്ങൾ, അത് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഉയർച്ചയോ കർമ്മ മേഖലയിൽ വരുന്ന മാറ്റങ്ങളോ ആകാം. പല പ്രശ്നങ്ങളെയും അനുരഞ്ജനത്തിലൂടെ മറികടക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും ചില മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാൻ അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ വളരെ ആഗ്രഹിച്ചതായ ആഭരണങ്ങൾ, വസ്ത്രം, വാഹനം, വീട്, സ്ഥലം, ഇത്തരം കാര്യങ്ങൾ സ്വന്തമാക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഈ സമയം സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാരായ കുട്ടികൾ വീടുകളിലുണ്ട് എങ്കിൽ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ആ കുട്ടികൾക്കും ആ കുട്ടികളാൽ ആ കുടുംബത്തിനും അഥവാ മാതാപിതാക്കൾക്കും ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ശ്രീകൃഷ്ണ ജയന്തി മുതൽ എന്ന കാര്യം ഓർക്കുക. പ്രധാനമായും ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അഥവാ മാതാപിതാക്കൾക്ക് അസാധ്യം എന്ന് കരുതിയ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം.
വിമർശിക്കുവാനുള്ള സാധ്യതകൾ പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട് എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലരും വിമർശിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും പ്രയത്നിച്ച് പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനും സാധിക്കും. കൂടാതെ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കർമ്മമേഖല തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ചുമതലകൾ ലഭിക്കുക, ജോലി മാറുക, അല്ലെങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കുക, വിദേശവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തടസ്സങ്ങൾ ഒഴിഞ്ഞ് വിദേശത്തേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിയുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കുടുംബത്തോടൊപ്പം ഉല്ലാസകരമായ യാത്രകൾക്കുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുകയോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സമയമാണ് എന്ന കാര്യവും ഓർക്കുക. പൂര നക്ഷത്രക്കാരായ കുട്ടികൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ പ്രധാനമായും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് അഥവാ കുടുംബത്തിന് ചില സൗഭാഗ്യങ്ങൾ നൽകുവാൻ സാധിക്കും. ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഈ കാര്യങ്ങൾ ഈ സമയം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പലവിധ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. പലപ്പോഴും പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടതായി ഇവർക്ക് വരും. എന്നിരുന്നാൽ പോലും ഈ സമയം അല്പം അധ്വാനിക്കുന്നതിലൂടെ തന്നെ പല കാര്യങ്ങളും അനുകൂലമായി തീർന്നു എന്ന് വരാം. അർഹിക്കുന്നതായ പ്രതിഫലം ലഭിച്ചു എന്ന് വരാം. മാർഗക്ലേശങ്ങളാൽ നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ന്യായമായ ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരും. രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും മന്ദഗതിയിലായിരുന്നു, എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പദവിയിൽ ഉയർച്ച വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാഹസങ്ങൾ ഒഴിവാക്കുക എന്ന കാര്യം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മക്കളുടെ ഭാഗ്യം കൂടെ ഉള്ളതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കുടുംബത്തോടൊപ്പം യാത്രകൾ ചെയ്യുക. കൂടാതെ പിണക്കമുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് അവരുടെ പിണക്കങ്ങൾ മാറ്റി അല്ലെങ്കിൽ അത്തരം അസ്വാരസ്യങ്ങൾ ഒഴിവാക്കി അവരെ തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സമ്മാനമായോ അല്ലെങ്കിൽ വാങ്ങുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാകുന്നു. ചോതി നക്ഷത്രക്കാരായ കുട്ടികൾ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ട് എങ്കിൽ അവർ നിങ്ങൾക്ക് ചില സൗഭാഗ്യങ്ങൾ ഈ ദിവസം മുതൽ, ശ്രീകൃഷ്ണ ജയന്തി ദിവസം മുതൽ നൽകും എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ, ജോലിയിൽ ഉയർച്ച, സ്ഥാനോന്നതി, ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും മാറ്റത്തിന്റെ കാറ്റ് ദൃശ്യമാകുന്നതായ സമയം തന്നെയാണ് എന്ന് പരാമർശിക്കാം. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പല മാറ്റങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് അത് കുടുംബത്തിലെ മറ്റൊരംഗത്തിന് വിവാഹം നോക്കുന്നുണ്ട് എങ്കിൽ ആ വിവാഹം അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കൂടാതെ സാമ്പത്തികമായ പരാധീനതകളുണ്ട് എങ്കിൽ അത് ആ കുടുംബത്തിന്റെ അത്തരത്തിൽ അത് മാതാപിതാക്കൾക്ക് തന്നെ ആകണം എന്നില്ല. കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കാണ് എങ്കിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. മത്സരങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്നതായ പല കാര്യങ്ങളും ആത്മവിശ്വാസത്തോടെ ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പാരിതോഷികങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. പല വ്യക്തികളിൽ നിന്നും പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. ദാമ്പത്യ കലഹങ്ങളുണ്ട് എങ്കിൽ, മനോവിഷമങ്ങളുണ്ട് എങ്കിൽ അതൊരു പരിധി വരെ ഒഴിവാക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാരായ കുട്ടികൾ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ നക്ഷത്രക്കാരായ കുട്ടികൾക്ക് ചില സൗഭാഗ്യങ്ങൾ തങ്ങളുടെ കുടുംബത്തിന് നൽകുവാൻ സാധിക്കും. വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ മാതാപിതാക്കൾക്ക്, കുടുംബത്തിലെ അംഗങ്ങൾക്ക് പ്രകടമാകും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്.
പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ട പല പ്രശ്നങ്ങളും, അതായത് ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്കോ കുടുംബത്തിലെ അംഗങ്ങൾക്കോ നേരിടുന്നതായ പ്രശ്നങ്ങൾ, അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വഴിമുട്ടിയതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യാം. കൂടാതെ ഈ സമയം ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന സ്വരച്ചേർച്ചക്കുറവ് അല്ലെങ്കിൽ തർക്കങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കർമ്മഗുണം, ആത്മശക്തി എന്നിവ നിങ്ങളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം വിരുദ്ധ ശക്തികൾ അഥവാ ശത്രുക്കളെ നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. തൊഴിൽപരമായി നേട്ടങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. കൂടാതെ മറ്റുള്ളവരുടെ ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കുവാനും തന്മൂലം നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്നതുമാകുന്നു. ധനസമാഹരണം നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയമാകുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം വിവാഹാലോചനകൾ അത് കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് വന്നു ചേരുന്നതായ വിവാഹാലോചനകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് ഒരു പരിധി വരെ സാധിക്കും. തൊഴിൽ ലഭിക്കുവാനും തൊഴിൽ മാറുവാനും സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു. പല കാര്യങ്ങളിൽ നിന്നും പിൻവാങ്ങുകയും അത് ഭാവിയിൽ നിങ്ങൾക്ക് ഗുണകരമായി തീരുകയും ചെയ്യാം. ചെലവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും നിയന്ത്രണങ്ങൾ വരുത്തുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നേട്ടങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും അംഗീകാരം അത് സുഹൃത്തുക്കളുടെയും അതേപോലെ കുടുംബാംഗങ്ങളുടെയും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചെറിയ സാമ്പത്തിക ലാഭങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അധ്വാനഭാരം ഉണ്ടാകും, എന്നിരുന്നാലും പ്രതിഫലം ലഭിക്കാനുള്ള സാധ്യത, അതായത് അർഹിക്കുന്നതായ പ്രതിഫലം നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. വ്യാപാരം, കരാർ പണികൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വരുമാനം അല്പം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കടക്കെണിയുമായി ബന്ധപ്പെട്ട് ചെറിയ ആശ്വാസം ലഭിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. തീർച്ചയായും ഈ നക്ഷത്രക്കാരാൽ കുടുംബത്തിന് ഇത്തരത്തിലുള്ള ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരാം. ഈ നക്ഷത്രക്കാർ ഏവരും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെയും ഭഗവത് മന്ത്രങ്ങൾ ജപിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് തുളസിമാല സമർപ്പിച്ച് പാൽപായസ വഴിപാട് നടത്തി മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും എന്ന കാര്യവും പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്.